ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ സൈസ് ഒരുപാട് വലുതാക്കണ്ട, ഫ്രൈ ചെയ്യണ ആ ഒരു രീതിയിൽ ചെറിയ പീസസോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇതിന് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഈ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്ട്രേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാലേക്ക് ഞാനിതാ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സിമ്മിലിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് മീഡിയത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലിട്ട് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം ഇത് വലിയ വലിയ അല്ലികളായതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ അല്ലികളുള്ള ചെറിയ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മുഴുവൻ വെളുത്തുള്ളി ഇതുപോലെ അടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ആവശ്യമുള്ള ഉപ്പ്. ഇതിൽ വേറെ മസാലപ്പൊടികളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇഞ്ചിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മളിതിൽ തുള്ളി വെള്ളം ആഡ് ചെയ്യുന്നില്ല, അതുപോലെ എണ്ണയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഹെൽത്തി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മസാലപ്പൊടികളോ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ ഇട്ട് വെക്കണ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കേട്ടോ. നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയത്തിൽ ഫ്ലെയിം ഇട്ടാൽ മതി, കാരണം നമ്മൾ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അടിയിൽ പിടിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇതുപോലെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, കാരണം വെള്ളമൊന്നും ഒഴിക്കാത്തതല്ലേ. അപ്പോൾ ഇതാ അതിൽ തന്നെ ഈ ചിക്കനിലുള്ള വെള്ളം, ആ ചിക്കൻ്റെ നെയ്യൊക്കെ നിറങ്ങിയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ അത് വെന്ത് കിട്ടും കേട്ടോ. ഇത് ചിക്കനിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, എണ്ണ ഒഴിച്ചിട്ടില്ല. നമ്മളത് മൂടി വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. നമുക്ക് അതിൽ കിടന്നിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുറന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ആ വേവുന്ന വരെ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കേണ്ട. അപ്പോൾ അതാ നമ്മൾ അടച്ചു വെച്ചു. ഇതിപ്പോൾ വെന്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തുറന്നത് കേട്ടോ. വെന്തതിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നാരങ്ങ കിട്ടില്ലേ, ആ നാരങ്ങക്കൊന്നും എല്ലാം വെന്തിട്ടുണ്ടാവും. നമ്മൾ ഈ അച്ചാറിട്ടൊക്കെ ഒരു രീതിയിൽ നാരങ്ങ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെന്തിട്ടുണ്ടാവും. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ നാരങ്ങയുടെ നീര് അതുപോലെ ആ വെളുത്തുള്ളി ഇതൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഈ ചിക്കനെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വറ്റിച്ചെടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ ഒരു വെള്ളം വെച്ചിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും റൈസിൻ്റെ കൂടെ ആയാലും വെറും ചോറിൻ്റെ കൂടെ അതുപോലെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. വെറുതെ നമ്മൾ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ആ നാരങ്ങയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്ക്, അതുപോലെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെ മസാലകളോ വേറെ എണ്ണ ഒന്നും ചേർത്തില്ല, വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. നമുക്ക് വെറുതെ പെറുക്കി ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പോലും, ഫ്രൈ കഴിക്കുന്ന പോലെ കഴിക്കാൻ പോലും ആ ലെമണിൻ്റെ ഒക്കെ ആ ജ്യൂസ് ഇറങ്ങിയോണ്ടും ആ വെളുത്തുള്ളിയുടെ അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഓയിലൊന്നും ഇല്ലാത്ത ഒരു ഹെൽത്തി ചിക്കനാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.